ഫുൾ ടൈം മൊബൈലിലാണ് ഗൈസ്, ഫുൾ ടൈം മൊബൈലിലാണ്. ഉച്ചൊന്നും പറയണ്ട, അതിനൊന്ന് റെസ്റ്റ് കൊടുത്തൂടെ? എന്തിന് ഗൈസ് എന്റെ ഫോണ് വലിച്ചെറിയെന്ന് പറഞ്ഞു ഗൈസ്. എന്താ ഈ ഫോൺ ഓണാക്കി കഴിഞ്ഞാൽ ഒന്നും പറയാനില്ലേ? എന്നെ ചൊറിയാനൊന്നും ഇല്ലേ? വേണ്ടേ? ഇവിടെ തീറ്റ മാത്രമേ നടക്കുന്നുള്ളൂ ഈ വീട്ടിൽ നിന്ന് ആൾക്കാർ ചിന്തിക്കും. കടലമിഠായി കഴിഞ്ഞു, എള്ളുണ്ട കഴിഞ്ഞു, ഇപ്പൊ മിക്സ്ചർ തന്നോണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. രാവിലെ തന്നെ എഡിറ്റിങ്ങിന്റെ മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ചെറുപയർ ദോശ, മുട്ട പരിപാടികളെല്ലാം കഴിഞ്ഞു. ഏകദേശം ഉച്ച ആവാറായി. ഇപ്പോഴും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യണം നോക്കണേ. ഇത് കമ്പ്യൂട്ടർ റൂം ആയതുകൊണ്ട് പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്താ കാര്യം നോക്കണ പോലെ. ഓ എവിടെയാണാവോ. ഇത് 2 മണി ആവാറായി. ഇപ്പോഴാണ് ലഞ്ച് കഴിക്കുന്നത്. ചോറുണ്ട്, ഉണക്കമീനുണ്ട്, സ്രാവുണ്ട്, തളയനുണ്ട്, കൊണ്ടട്ടമുളകുണ്ട്, പിന്നെ അമ്മൂൻ്റെ സ്പെഷ്യലായിട്ടുള്ള പുളിങ്കറി. ഇതിനെന്താ പറയുക, പുളിങ്കറി എന്നാണോ പറയുന്നത്? കാരക്കൂട്ടാനോ? ഇത് തമിഴ്നാട് സ്റ്റൈൽ കാരക്കൂട്ടാനാണ്. പിന്നെ എൻ്റെ സ്പെഷ്യൽ മാങ്ങ അച്ചാർ. മാങ്ങ അച്ചാറിന്റെ അഭിപ്രായത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. പറഞ്ഞല്ലോ ഇന്നലെ തന്നെ. രസമായോ? ഇഷ്ടായി. എത്രയൊക്കെ സ്ഥലം ഉണ്ടെങ്കിലും എന്തേ അമ്മ നിലത്ത് വന്നിട്ടേ ഇരുന്ന് കഴിക്കുള്ളൂ. എന്ത് സ്വഭാവം അത് കണ്ടോ, നിലത്ത് ഇരുന്നിട്ട്. പണ്ട് മുതലുള്ള ശീലാണ്, നിലത്ത് ഇരിക്കുള്ളൂ. അമ്മ ഇതാ പാത്രം കഴിക്കൊണ്ടിരിക്കണു, ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വ്ളോഗ് എടുക്കുമ്പോൾ ഒച്ച ഉണ്ടാക്കാൻ പാടുവോ? അതൊന്നും ചിന്തിക്കൂല. കവർ ഇതേ ഇവിടെ എടുത്ത് വെക്കും. കടയിൽ പോകണമെങ്കിൽ നമുക്ക് എടുത്ത് പോകാൻ ഈസി അല്ലേ. അതെടുത്തിട്ട് എപ്പോഴും ഞാൻ ബൈക്കിൻ്റെ ഈ ഫ്രണ്ടിലത്തെ കവറിൽ ഇട്ടിട്ട് മൂടി വയ്ക്കും. കാരണം പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല എപ്പോൾ എന്ത് സാധനം എടുത്തുകൊണ്ട് വരണ്ടേന്നുള്ളത്. കുറേ നാളായി ഗൈസ് ഒരു സിനിമയ്ക്ക് പോകണമെന്ന് കരുതുന്നു. ഞങ്ങൾ 2 പേരും കൂടി ചേർന്നിട്ട് ലാസ്റ്റ് പോയ സിനിമ ഏതാണെന്നറിയോ? KGF 2. KGF 2ന് ശേഷം ഒരു സിനിമയ്ക്ക് പോയിട്ടേ ഇല്ല. അതിനെക്കുറിച്ചിട്ട് ഒരു ചിന്ത വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. തിരക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങനെ പോയി. ഇനിയിപ്പോൾ ഏതായാലും പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൊറർ സിനിമയ്ക്ക് പോകാനാണ് അമ്മൂന് ഇഷ്ടം. അമ്മൂൻ്റെ ഫേവറേറ്റ് ഹൊറർ സിനിമയാണ്. കഴിഞ്ഞ് വന്നാൽ പിന്നെ കോമഡിയാണ്. ലൈറ്റ് ഇടാണ്ട് രാത്രി കിടന്നുറങ്ങൂല്ലേ പിന്നെ. എന്നാലും കാണണമെന്നുണ്ട്. ഏതിന് പോകും? ഏതെങ്കിലും ഇപ്പോൾ പുതിയത് ഇറങ്ങിയത് അറിയാവോ? ഫുൾ ടൈം മൊബൈലിലാണ് ഗൈസ്, ഫുൾ ടൈം മൊബൈലിലാണ്. ഉച്ചൊന്നും പറയണ്ട, അതിനൊന്ന് റെസ്റ്റ് കൊടുത്തൂടെ? ഫുൾ ടൈം ഒന്നല്ല, എപ്പോഴാണ് കാണുന്നത്? 3:15 നേരം. ഉച്ചവർക്കം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. എന്നിട്ട് ഇരുന്ന് കടലമിഠായി കഴിക്കുക. എന്നാ തായോ, നാനയ്ക്ക് തരില്ലേ? അതെ, നാണയ്ക്ക് തരാത്തേ. നാണയ്ക്കൊരു ചെറിയ കഷ്ണം കുഞ്ഞാവുണ്ടെങ്കിൽ കാണായിരുന്നു. ഞങ്ങൾക്ക് ഓരോ കഷ്ണം പോലും കിട്ടൂല. ഇഷ്ടല്ല. അവൾക്ക് കടിക്കാൻ ബുദ്ധിമുട്ടല്ലേ? മറ്റേത് ഇഷ്ടാ, കടലമിഠായി കഴിച്ചത് ഇഷ്ടല്ല. ഇതാണ് എള്ളുണ്ടേനെ പരത്തിയിട്ട് കടലമിഠായി പോലെ ആക്കിയിരിക്കല്ലടാ. നല്ലതാ. മുടി വളരോ? കൊറേ കഴിച്ചിട്ട് വേണം അവസാനം വല്ല അസുഖം ഉണ്ടാവുക അല്ലേടാ. എപ്പൊന്നും പറയാനില്ലേ? കുറെ നേരം എന്നെ കളിയാക്കാൻ തുടങ്ങിയിട്ട്. ആ സമയത്ത് എടുക്കണം, ഇപ്പൊ ഒന്നും എടുത്താ ഒന്നും വരില്ല. രാത്രിക്ക് എന്താ? രാത്രിയാവും, നമ്മൾ കിടന്നുറങ്ങും. ചളി പറയാൻ ആദ്യം നിന്നോളൂ. പിന്നെന്താ വേണ്ടേ? രാത്രിക്ക് എന്താ വല്ല ഞഞ്ഞം വേണ്ടി വരും. അതായിരിക്കും SS ബിരിയാണി. അതിന് ഡൈനിങ് ഇല്ലടാ അവിടെ. വാങ്ങിച്ചിട്ട് വന്ന് കഴിക്കാം. ആണോ? എന്നാ പോവാ. ബിരിയാണി പറഞ്ഞ SS തന്നെയാ, വേറെ എവിടെയും ആ ഒരു ടേസ്റ്റ്, ആ ഒരു ഇത് വരുന്നില്ല. ഇപ്പൊ വലിച്ചെറി കിട്ടോ ഫോണ്? എന്തിന് ഗേസ് എന്റെ ഫോണ് വലിച്ചെറിയെന്ന് പറഞ്ഞു ഗേസ്. എന്താ ഈ ഫോൺ ഓണാക്കി കഴിഞ്ഞാൽ ഒന്നും പറയാനില്ലേ? എന്നെ ചൊറിയാനൊന്നും ഇല്ലേ? വേണ്ടേ? ഇവിടെ തീറ്റ മാത്രമേ നടക്കുന്നുള്ളൂ ഈ വീട്ടിൽ നിന്ന് ആൾക്കാർ ചിന്തിക്കും. കടലമിഠായി കഴിഞ്ഞു, എള്ളുണ്ട കഴിഞ്ഞു, ഇപ്പൊ മിക്സ്ചർ തന്നോണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യാ? വിശപ്പിന്റെ അസുഖതയുള്ള കുട്ടിയാണ്. വിശപ്പിന്റെ അസുഖമുണ്ട്. വേണ്ട. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ എന്തോന്ന് കടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ വേണം അല്ല, ഞാൻ പറയട്ടെ? വേണ്ടേ? അല്ല പറയാ. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ ചെറിയൊരു കീരല് പോലെ ഇത്രേ ഉള്ളൂ. അതെന്താ എന്തോന്ന് കടിച്ചു എന്നേ പറഞ്ഞുള്ളൂ.
ഇന്നലെ ഉണ്ടായ സംഭവമാണ്. ഇന്നലെ 7:15 പോയി അഡ്മിറ്റ് ആക്കിയിരിക്കുന്നു. അഡ്മിറ്റ് ആക്കിയിട്ട് എന്നിട്ട് ശരിയും കുറച്ചുകൂടി 7:40 ആകുമ്പോൾ ബാത്റൂം പോയി. ബാത്റൂം പോയ ഉടനെ കുഴഞ്ഞ് വീണു. 8 മണിയാകുമ്പോൾ തന്നെ പോയി. അപ്പോൾ സിംറ്റംസ് അറിയുന്നില്ല. അങ്ങനത്തെ പാമ്പുകളുണ്ട് ഇത്ര. സിനിമ ഇരുന്ന് കാണുക. അമ്മോന് ബിരിയാണി കഴിക്കാൻ ആഗ്രഹം. അപ്പോൾ അതാ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്, ഇറങ്ങുകയാണ്. ഫുള്ള് പന്നികളാണ്, പന്നികൾ. ചിക്കൻ ബിരിയാണി ഒന്ന് ഗ്രിൽഡ് ഹാഫല്ലേ ഒരു ചിക്കൻ ബിരിയാണി. അപ്പോൾ തന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി ഇതാ തിരിച്ചെത്തി. അമ്മോന് വൈകുന്നേരം ആയപ്പോൾ ക്രേവിങ്സ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം, ബിരിയാണി കഴിക്കണം, അതാണ് ആഗ്രഹം. സോ ഞങ്ങൾ പോയി ഇതാ ഒരു ഫുൾ ബിരിയാണി അടിച്ച് പോന്നിരിക്കുകയാണ്. സീരിയസ്ലി ഗൈസ്, ഇന്ന് സർപ്രൈസ് ആണ്. ഡൈനിങ് ഉണ്ടാവും വിചാരിച്ചില്ല. എപ്പോഴും പാർസലായിരിക്കും. ഇന്നെന്തോ അത്ഭുതമായിട്ട് ഡൈനിങ് ഉണ്ട്. അപ്പോൾ ഏതായാലും അത് കഴിച്ചു. ഒരു ഫുള്ള് ഗ്രിൽഡും എടുത്തു. ഫുള്ള് ഗ്രിൽഡൊക്കെ കഴിക്കും, നമ്മൾ ധൈര്യമായിട്ട് കഴിക്കുമെന്ന് പറഞ്ഞതാണ്. എവിടെ പകുതിയേ കഴിച്ചുള്ളൂ, അപ്പോഴേക്കിനെ വയറും നിറഞ്ഞു. ബിരിയാണി പകുതി ഗ്രിൽഡും ഇപ്പോൾ പാർസൽ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുക. ഇനി നാളെ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഓടിക്കേണ്ടി വരും. അത്രയും വാങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. വരണ വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു. മാങ്ങ അമ്മോന് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും മാങ്ങയും ചക്കൊക്കെ നാട്ടിലുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ. അങ്ങനെ പുറത്തുള്ള കറക്കൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മുടെ റൂമിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് ഈ വ്ളോഗ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.